വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തിൻ്റെ സമ്മറിയാണ് ഈ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുന്നത്. നാം അറിഞ്ഞനുഭവിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഭഗവാൻ പരമ്പൊരുളിലേക്ക് ഉയർത്തുന്നു. സൃഷ്ടികർത്താവായ ഈശ്വരനും സൃഷ്ടിക്കപ്പെട്ട ജഗത്തും ജഗത്തിലെ ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധമാണ് ഈ അധ്യായത്തിൽ ഒരു അശ്വത്ഥ വൃക്ഷവർണ്ണനയിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. പരമാത്മാവിൽ നിന്നുണ്ടായി താഴോട്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അശ്വത്ഥ വൃക്ഷമായി ജഗത്തിനെ വിവരിച്ചിരിക്കുന്നു. പരമാത്മാവിൽ നിന്നുണ്ടായതും പരമാത്മാവിനെ തന്നെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായ നാനാത്വ പ്രപഞ്ചത്തെ അശ്വത്ഥ വൃക്ഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഈ അശ്വത്ഥ വൃക്ഷം ജഗത്തിൽ പടർന്ന് പന്തലിക്കുമ്പോൾ തളിരിലകൾ ലൗകിക വിഷയങ്ങളാണ്. ഈ വിഷയവസ്തുക്കളാൽ ആകർഷിക്കപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ മനോബുദ്ധികളുടെ സഹായത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നു. കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്തോറും തളിരുകൾ ഉണ്ടായി അശ്വത്ഥ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ പുഷ്ടിയായി വളരുന്നു. ചെയ്യുന്ന സത്കർമ്മങ്ങൾ കൊണ്ട് കൊമ്പുകൾ ഉയർന്നു പൊങ്ങുകയും ദുഷ്കർമ്മങ്ങൾ കൊണ്ട് താഴോട്ട് പടരുകയും ചെയ്യുന്നു. ഈ കൊമ്പുകളിൽ നിന്ന് ഉപവേരുകളുണ്ടായി താഴോട്ട് ഭൂമിയിൽ വേരുറയ്ക്കുന്നു. ഇങ്ങനെ അരയാൽ വൃക്ഷത്തിന് കൊമ്പുകളിൽ നിന്ന് ഉപവേരുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. വേരുകൾ ഭൂമിയിൽ ഉറച്ച അവിടെ പുതിയ മരം ഉണ്ടാകുന്നു. ഇങ്ങനെ ഭൂമിയിൽ പുതിയ പുതിയ മരങ്ങൾ ഉണ്ടായി നിലനിൽക്കുന്നു. ഇതിനെ മനുഷ്യജന്മവുമായി ഉപമിച്ചിരിക്കുകയാണ്. അരയാൽ വൃക്ഷത്തിലൂടെ ഒരേ പരമാത്മാവിൽ നിന്നുണ്ടായി ഊർധ്വലോകങ്ങളിലൂടെ കർമ്മഭൂമിയിൽ പടർന്ന് ജീവാത്മാക്കളായി മാറി കർമ്മങ്ങൾ ചെയ്ത് ജനിച്ചും മരിച്ചും ജനന മരണ ചക്രത്തിൽ പെടുന്നു ജീവാത്മാക്കൾ. ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരമാത്മാവിനെ പ്രാപിക്കണം എങ്കിൽ മനസ്സ് ശുദ്ധമായി ലൗകിക ആഗ്രഹങ്ങളില്ലാതെ ആകണം. ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും പുറമേ നിന്ന് തിരിഞ്ഞ ഉള്ളിലെ ആത്മചൈതന്യത്തിൽ ഉറയ്ക്കണം. അതാണ് അസംഗം അല്ലെങ്കിൽ ഒട്ടലില്ലായ്മ. ഒട്ടലില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമേ കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പരമാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. പരമാത്മാവിൽ നിന്നുണ്ടാകുന്ന നാശമുള്ള പ്രകൃതിയെയും പ്രകൃതിയിലെ ശരീരങ്ങളെയും ക്ഷരപുരുഷൻ എന്നും ഈ ശരീരത്തിൽ പ്രാണനും മനോബുദ്ധികൾക്ക് അറിവും ഇന്ദ്രിയങ്ങൾക്ക് കഴിവും നൽകുന്ന ജീവാത്മ ചൈതന്യത്തെ അക്ഷരപുരുഷൻ എന്നും പറഞ്ഞു തരുന്നു. അക്ഷരപുരുഷന്മാർക്ക് ആധാരമായി നിൽക്കുന്നത് പരമപുരുഷൻ അല്ലെങ്കിൽ ഉത്തമ പുരുഷനാണ്. പരമ്പൊരുളിൻ്റെ പ്രഭാവത്താലാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ വെളിയിലെ വിഷയങ്ങളെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. മനോബുദ്ധികളും ഇന്ദ്രിയങ്ങളും ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. എങ്ങനെയാണ് ജീവാത്മാവ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ജീവാത്മാവിനാൽ സദാ ആകർഷിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും വെളിയിലെ ലൗകിക വിഷയങ്ങളിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന അറിവുകൾ വിഷയവാസനകളായി മനസ്സിലാണ് വരുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നത് ജീവാത്മാവാണ്. നിരന്തരമായ സംസർഗം കൊണ്ട് ആത്മാവിന് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുമായി ഒരു ഒട്ടൽ ഉണ്ടാകുന്നു. മനോബുദ്ധികളിലൂടെ ആത്മാവ് വിഷയവാസനകളെ സ്വയം അറിഞ്ഞനുഭവിക്കുന്നു. ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല എങ്കിലും കർമ്മഫലങ്ങളാകുന്ന വിഷയവാസനകൾ ആത്മാവിനെ ബാധിക്കുന്നു.
കർമാവസാനത്തിൽ വിഷയവാസനകളാകുന്ന സൂക്ഷ്മ ശരീരത്തെ എടുത്തുകൊണ്ടാണ് ആത്മാവ് ശരീരം വിടുന്നതും മറ്റൊരു ശരീരത്തിനെ അതിനനുസരിച്ച് സ്വീകരിക്കുന്നതും. മനോബുദ്ധികളിൽ വിഷയവാസനകൾ പൂർണ്ണമായും ഇല്ലാതായാലേ ആത്മചൈതന്യം ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കുകയുള്ളൂ. ശരീരമോഹത്തിൽ നിന്ന് ഉണർന്ന് ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ അറിയാൻ നിരന്തരമായ ഈശ്വര സ്മരണം കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ജ്ഞാനയോഗത്താൽ ഇന്ദ്രിയ മനോബുദ്ധികൾ ഉള്ളിലെ ഈശ്വരനിൽ ഉറയ്ക്കും തോറും ആത്മചൈതന്യം തെളിഞ്ഞ് പ്രകാശിക്കും. അപ്പോൾ ശരീരമല്ല, ജീവാത്മാവാണ് നമുക്ക് പ്രാണനും അറിവും കഴിവും ഓർമ്മശക്തിയും ദഹനശക്തിയും വെളിയിലെ വിഷയങ്ങളെ അനുഭവിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും ഒക്കെ തന്ന് നമ്മെ നിലനിർത്തുന്നത് എന്ന അറിവ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ജീവാത്മാവ് എല്ലാ ശരീരത്തിലും ഒരേ ജീവാത്മാവാണ് പ്രകാശിക്കുന്നത് എന്നും ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശമാണ് എന്നും അറിഞ്ഞ് സർവജ്ഞനായി പുരുഷോത്തമനായ പരമാത്മാവിനെ പ്രാപിക്കാൻ യോഗ്യനാകുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ ഇവിടെ ഉപദേശങ്ങൾ പൂർണ്ണമാക്കുന്നു. നമുക്ക് പുരുഷോത്തമ യോഗത്തിലെ ഉപദേശങ്ങളെ സ്വീകരിച്ച് അവയെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.